ഹായ് ഓൾ, ഇത് എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതിനു മുമ്പ് ഒരു ഇൻട്രോ വീഡിയോ ആയിരുന്നു ഞാനും എൻ്റെ മോളും കൂടെ ഇട്ടിരുന്നത്. അതിനുശേഷം ആദ്യമായി ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ആദ്യമായി നമ്മുടെ ഈ ചാനലിൽ ഇട്ടത്. 3 വർഷം മുന്നെയാണ് കേട്ടോ ഇത്. 3 വർഷത്തിന് മുന്നേ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇട്ടതാണ്, ഇൻട്രോ അല്ലാത്ത. അപ്പോൾ ഞാൻ നമ്മുടെ ചാള അഥവാ മത്തി വെക്കുന്നതും വറുക്കുന്നതുമായ ഒരു വീഡിയോ ആണ് ഇട്ടേക്കണേ. അപ്പോൾ ആദ്യമായിട്ട് എടുത്തതിൻ്റെ പലവിധ ക്ലാരിറ്റി കുറവും എല്ലാം ഈ വീഡിയോയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നതാണ് കേട്ടോ, വീഡിയോ ഒക്കെ മുഴുവൻ കാണണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ അമ്മയായിരുന്നു കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്, എനിക്ക് എടുത്തു തന്നത് കേട്ടോ. അപ്പോൾ ചാള, അതായത് മത്തി, ഞങ്ങളിവിടെ ചാള എന്നാണ് പറയുന്നത്, നന്നായിട്ട് വെട്ടിത്തേച്ച് കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് വേണ്ട ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ചെറിയുള്ളി, വലിയുള്ളി അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് നന്നാക്കി കഴുകി വെള്ളത്തിലിട്ട് പിന്നെ അത് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അമ്മയൊക്കെ താമസിക്കുന്ന വീടാണ്. ഇപ്പം ഈ വീട്ടിൽ നിന്ന് മാറി കേട്ടോ. എൻ്റെ അമ്മയൊക്കെ സ്വന്തമായിട്ട് വീടില്ല, വാടകയ്ക്കാണ്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് കാലം പോയി നിന്നിരുന്നു എൻ്റെ അമ്മയുടെ അടുത്ത്. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. അല്ലെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമല്ലോ, അപ്പോൾ കറിവേപ്പിലൊക്കെ കഴുകിയെടുക്കുന്നതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ബ്രൈറ്റ്നെസ് കൂടിപ്പോയി. എന്തോ ഒരു കളർ അതിൽ വന്ന് കയറിപ്പോയി, എന്തോ ഒരു അത്ര അറിവില്ലായ്മ കൊണ്ട്. ഇപ്പോഴും എടുത്താൽ ഇങ്ങനെയൊക്കെ തന്നെ, വലിയ ക്ലാരിറ്റിയിലൊന്നും അല്ല. എന്നാൽ പോലും ഇന്നാണ് അത് എടുക്കണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിച്ചേനെ ഈ വീഡിയോ. അപ്പോൾ ആദ്യത്തെ ആയതുകൊണ്ടും വെട്ടക്കുറവ് മൂലമുള്ള കുറേ പരിമിതികളുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി ഇല്ലാത്തതുകൊണ്ട് അലുമിനിയം ചട്ടിയിലാണ് വെച്ചത്. നമ്മുടെ എണ്ണയൊഴിച്ചു. അതിനുശേഷം ഞങ്ങൾ മീൻകറിയിൽ കടുകിടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റവും, നമ്മുടെ ഇഞ്ചി, പച്ചമുളക് എല്ലാം, ഉള്ളി, വെളുത്തുള്ളി, സവാള ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ഞാൻ രണ്ട് കഷ്ണം കുടംപുളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വെറൈറ്റി ആയിട്ട് എന്നാന്ന് വെച്ചാൽ കുരുമുളക് ചതച്ചത്, പച്ച കുരുമുളക് ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കുരുമുളക് പൊടി ഇടും, ചിലപ്പോൾ പച്ചക്കുരുമുളക് ഇടും, എന്നാലും ഞാൻ ഇതിൽ പച്ചക്കുരുമുളക് കൂടെ അതിൽ ചതച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇത് മീൻ വറക്കാൻ വേണ്ടിയുള്ള മിക്സാണ്. ഇതിൽ കുരുമുളക് പൊടിയായിരുന്നു എന്ന് തോന്നുന്നു ആഡ് ചെയ്തത്, പച്ചക്കുരുമുളകല്ല. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്താണ് ഇത് ചാള പുരട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ തന്നെയാണ് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഏകദേശം പറഞ്ഞാൽ 2020 ലാസ്റ്റ് കൂടി വരും, 2020 ലാസ്റ്റ് കേട്ടോ ഈ വീഡിയോ എടുത്തപ്പോൾ. കാരണം 2020 സെപ്റ്റംബറിലായിരുന്നു ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ചാനൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളോ രണ്ടാഴ്ചയ്ക്കുള്ളിലോ ഒക്കെ ഞാൻ വീഡിയോ ഇട്ട് കാണും ഈ വീഡിയോ. അപ്പോൾ സെപ്റ്റംബറിൽ തന്നെയോ അല്ലെങ്കിൽ ഒക്ടോബറിലായിരിക്കാം, അത് തന്നെ ഏകദേശം ലാസ്റ്റ് 2020 ഒക്ടോബറിലായിരിക്കാം മേ ബി ഈ വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ? 2021, 22, 23, അപ്പോൾ 3.5 വർഷമായി അല്ലേ? 4 വർഷമായിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു തക്കാളി ചേർത്തു, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കുടംപുളി ചേർത്തു, അതിന് പുറമെ തക്കാളിയും കൂടി ചേർത്തു, അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക, ഫ്രൈ പാൻ, ദോശക്കല്ലോ അല്ല, ഈ വറക്കുന്ന ആ ഒരു അത് ഇത്തിരി ഇതായിട്ടിരിക്കുന്ന കാരണം സൈഡിലേക്ക് വെളിച്ചെണ്ണ പോയി കിടക്കുന്നതുകൊണ്ടാണ് മീൻ വറുത്തപ്പോൾ അത് സൈഡിലേക്കായിട്ട് വെച്ചത്. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങൾ കഴുകി വാരി വെച്ചത്, നന്നായിട്ട് വെട്ടിത്തേച്ച് കഴുകി വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ അത് തിളച്ച് ഒരു പാകം അറിയാമല്ലോ നമുക്ക്, മീൻ കറി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലേ. മീൻ പെട്ടെന്ന് വേകുന്ന 2 തളയോ 3 തളയൊക്കെ വേവും. ഇത് ഞങ്ങളുടെ അവിടുത്തെ അന്നത്തെ താരമായിരുന്നു കുറിഞ്ഞിപ്പൂച്ചയാണ് കേട്ടോ. അന്നത് ചെറുതായിരുന്നു. ആ കുറിഞ്ഞിപ്പൂച്ചയുടെ മക്കളുടെ മക്കളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. കുറിഞ്ഞി എവിടെയോ പോയി. ഇപ്പോൾ ഇത് കുറിഞ്ഞി വന്ന സമയമൊക്കെ ആയിരുന്നു. കുറിഞ്ഞി വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, ഒരു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉള്ള രൂപമാണ് കേട്ടോ ഇത്. കുറിഞ്ഞിയെ ഞങ്ങൾ പൊന്നു പോലെ നോക്കിയിരുന്നതാണ് കേട്ടോ.
നല്ലൊരു മിടുക്കി പൂച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ കുറിഞ്ഞിയെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. പക്ഷേ അവൾ ഇപ്പോൾ കാണാനില്ല. അവൾക്ക് കുറേ തവണ കുഞ്ഞുങ്ങളുണ്ടായി. അവളുടെ കുഞ്ഞുങ്ങൾ വലുതായി. പിന്നെ അവർ പ്രസവിച്ചു. അവർ തന്നെ 2-3 തവണ പ്രസവിച്ചു. ഇപ്പോൾ രണ്ട് തവണയൊക്കെ പ്രസവിച്ചു. അപ്പോൾ കുറിഞ്ഞിയെ കാണാനില്ല ഇവിടെ. അപ്പോൾ എന്തായാലും കുറിഞ്ഞിയുടെ വിശേഷങ്ങളൊക്കെ പിന്നീട് പറയാം. നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഞാൻ കറി ഇറക്കി വെച്ചു. പിന്നെ വറുത്തതും ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ കറിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അമ്മ വീഡിയോ പിടിക്കുന്നത് കൊണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു കേട്ടോ കറി. പിന്നെ സ്വയം പൊക്കി പറഞ്ഞതല്ല കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ രണ്ട് വരി പാട്ടൊക്കെ പാടിയായിരുന്നു കേട്ടോ. അത് വേണമെങ്കിൽ ഓടിച്ച് കളയാം, അതിൻ്റെ സൗണ്ട് കിട്ടിയില്ല, വലിയ സംഭവമൊന്നുമല്ല. അപ്പം ഞാൻ അതിന് പകരം ഇപ്പോൾ വേണമെങ്കിൽ 2 പാട്ട് പാടി നിങ്ങളെയൊക്കെ വെറുപ്പിക്കാം. ഏത് പാട്ട് വേണം? പുള്ളിമയിലേ ആനന്ദത്തന്നാനമാടുന്ന പൊന്മയിലേ, തന്നാനം മാടുന്ന പൊന്മയിലേ, കൈലാസനാഥൻ സുതൻ ഭഗവാനെ നീ കണ്ടുപോപ്പുൻ തങ്കമയിലേ, താനൈ തന്നെ താനെന്നെ തന്നെ ഇതെന്തിന്നെ തന്നാനം താനൈ തന്നെ താനെന്നെ തന്നെ ഇതെന്തിന്നെ തന്നാനം, പുള്ളിമയിലേ ആനന്ദത്തന്നാനമാടുന്ന പൊന്മയിലേ, തന്നാനം മാടുന്ന പൊന്മയിലേ, കൈലാസനാഥൻ സുതം ഭഗവാനെ നീ കണ്ടുവോ തങ്കമയിലേ, വൃന്ദാവനത്തിലെ പക്ഷികളെന്നു നീറാണി നീ പൊന്മയിലേ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ കേട്ടോ. അപ്പോൾ വീഡിയോ കഴിഞ്ഞു.